നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. തരം മാറ്റാനുള്ള ഭൂമി 25 സെന്റിൽ കൂടുതലുണ്ടെങ്കിൽ മുഴുവൻ സ്ഥലത്തിനും ന്യായവിലയെ അടിസ്ഥാനമാക്കി ഫീസ് അടയ്ക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവ് കേരളത്തിലെ ആയിരക്കണക്കിന് ഭൂവുടമകളെ ബാധിക്കും. 25 സെന്റിൽ കൂടുതലും എന്നാൽ 30 സെന്റിൽ കുറവുള്ളതുമായ ഒട്ടേറെ അപേക്ഷകർ ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്ന് അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തരം മാറ്റം ലഭിച്ച ഭൂമിയുടെ ഫീസ് അടയ്ക്കുന്നത് നീട്ടിക്കൊണ്ടുപോയിരുന്നു. സുപ്രീം കോടതി വിധിയോടെ ഇവരെല്ലാം മുഴുവൻ സ്ഥലത്തിനും ഫീസ് അടയ്ക്കേണ്ട സ്ഥിതിയാണ്. ഒരേക്കർ വരെ ന്യായവിലയുടെ 10%, അതിൽ കൂടുതലാണെങ്കിൽ ന്യായവിലയുടെ 20% എന്നിങ്ങനെയാണ് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ്. ചെറിയ അളവിൽ ഭൂമി തരം മാറ്റുന്നവരെ ഉദ്ദേശിച്ചുള്ള ആനുകൂല്യം മറ്റുള്ളവർക്ക് നൽകാനാകില്ല എന്നാണ് സർക്കാർ വാദം. 25 സെന്റ് വരെ ഭൂമി തരം മാറ്റത്തിന് ഫീസ് സൗജന്യമായി സംസ്ഥാന സർക്കാർ 2021 ഫെബ്രുവരി 21 ഉത്തരവിറക്കിയത്. ഭൂമി 25 സെന്റിൽ കൂടുതലാണെങ്കിൽ അധികമായി വരുന്ന സ്ഥലത്തിന്റെ ന്യായവിലയുടെ 10% ഫീസ് അടച്ചാൽ മതിയെന്ന കേരള ഹൈക്കോടതി വിധി റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഓൺലൈനായും ഓഫ്ലൈനായും ഭൂമി തരം മാറ്റുന്നതിനുള്ള 3.86 ലക്ഷം അപേക്ഷകളാണ് 2018 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത ശേഷം തീർപ്പാക്കിയത്. ഒരു മാസത്തിനകം ഫീസ് അടയ്ക്കണമെന്നാണ് ഉത്തരവുകൾ വ്യക്തമാക്കാറുള്ളതെങ്കിലും ഫീസ് ഉയർന്നതിനാൽ വലിയ ഭൂവുടമകളിൽ പലരും പണം അടയ്ക്കാറില്ല. എന്നിട്ടും 1606.90 കോടി രൂപയാണ് ഭൂമി തരം മാറ്റ ഫീസ് ഇനത്തിൽ സർക്കാരിന് ഇതുവരെ ലഭിച്ചത്.